നമസ്കാരം, ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുമ്പോൾ ആരായിരിക്കണം നിങ്ങളുടെ MLA എന്ന് ചോദിച്ചാൽ നമ്മുടെ മൂവാറ്റുപുഴക്കാർ കണ്ണുമടച്ചുകൊണ്ട് പറയുന്ന ഒരു പേരുണ്ട്. മുഖ്യനെ പറപ്പിച്ചയാൾ, ആരോഗ്യമന്ത്രിയെ ഉത്തരം മുട്ടിച്ചയാൾ, മുഖ്യന്റെ മകളുടെ കരിമണൽ മാസപ്പടി തട്ടിപ്പ് കച്ചവടം പൂട്ടിച്ച് 8ന്റെ പണി കൊടുത്തയാൾ, സോളാർ സ്വപ്നസുന്ദരി ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയെ കണ്ടുവെന്ന് ലോകം കേൾക്കെ വിളിച്ചു പറഞ്ഞയാൾ. അതെ, മൂവാറ്റുപുഴക്കാരുടെ സ്വന്തം മാത്യു കുഴൽനാടൻ എന്ന ജനനായകൻ. രാഷ്ട്രീയം ഒരിക്കലും ഉപജീവനമാക്കിയിട്ടില്ലാത്ത ഒരു MLA. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, തനിക്ക് 4 വർഷങ്ങൾ കൊണ്ട് ലഭിച്ച ശമ്പളം 25 ലക്ഷം രൂപ തികഞ്ഞപ്പോൾ അദ്ദേഹം അത് ഡയാലിസിസ് രോഗികൾക്കും വിഷമത്തിലിരിക്കുന്നവർക്കും നൽകി. ജപ്തി ചെയ്ത് കുട്ടികളെ അടക്കം ഇറക്കിവിട്ട അർബൻ ബാങ്ക് നടപടിക്ക് പിന്നാലെ പൂട്ട് തല്ലിപ്പൊളിച്ച് വീട് തുറന്നു നൽകി ആ കടബാധ്യതയും ഏറ്റെടുത്ത മൂവാറ്റുപുഴക്കാരുടെ സ്വന്തം മാത്യു ചായൻ. ഇതുമാത്രമല്ല, നിയമസഭയിലെത്തിയ അദ്ദേഹം നമ്മുടെ കേരള മുഖ്യന് നേർക്കുനിന്ന് ചോദിച്ച ഓരോ ചോദ്യവും ഒരു വ്യക്തിയുടെ ധൈര്യം മാത്രമല്ല, ജനാധിപത്യത്തിന്റെ ആത്മാവുമായിരുന്നു. അധികാരത്തിന്റെ അഹങ്കാരത്തിന് മുന്നിൽ വഴങ്ങാതെ അഴിമതിയെയും അസംബന്ധത്തെയും ചോദ്യം ചെയ്ത നിലപാട് അദ്ദേഹത്തെ ഒരു സാധാരണ ജനപ്രതിനിധിയിൽ നിന്ന് ഒരു യഥാർത്ഥ പോരാളിയാക്കി തന്നെ ഉയർത്തുകയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, പൊതുജന പ്രശ്നങ്ങളിൽ ശക്തമായി പ്രതികരിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അദ്ദേഹം ചോദ്യങ്ങൾ ഉയർത്തിയതോടെ അദ്ദേഹത്തിന് നേരെ എത്തിയ അന്വേഷണങ്ങൾ ചെറുതൊന്നുമല്ല. രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് മറുപടിയായി കേസുകളും നോട്ടീസുകളും പരിശോധനകളും ഒക്കെ അദ്ദേഹത്തെ തേടിയെത്തി. ആദ്യം റവന്യൂ വകുപ്പും പിന്നാലെ KSEBയും വൈദ്യുതിയുടെ അധിക ഉപയോഗം പറഞ്ഞ് അന്വേഷണവും എത്തി. ഇവിടം കൊണ്ടും തീർന്നില്ല, പിന്നാലെ എത്തിയത് അന്വേഷണത്തിന്റെ നീണ്ട പടയെന്ന് വേണം പറയാൻ. മുൻപൊരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിൽ രാഷ്ട്രീയത്തെയും അതിനെ തുടർന്നുള്ള വേട്ടയാടലിനെയും കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: രാഷ്ട്രീയത്തിൽ കൃത്യമായ നിലപാടുകളുള്ള വ്യക്തിയാണ് താൻ. അതിന്റെ പേരിൽ നിരന്തരം വേട്ടയാടപ്പെടാറുമുണ്ട്. അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ശത്രുക്കളും എതിരാളികളും കൂടുന്നത് സ്വാഭാവികമാണ്. എക്സ്ട്രാ ധൈര്യം എൻ്റെ രക്തത്തിലുള്ളതാണ്. എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിന്ന് പോരാടുന്നത് നാടിനും ജനങ്ങൾക്കും വേണ്ടിയാണെന്ന ഉത്തമ ബോധ്യമുണ്ട്. എതിർവശത്ത് അനീതി കാണിക്കുന്നത് മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ഞാനത് ചൂണ്ടിക്കാട്ടും. മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങളുടെ പേരിൽ എന്നെ ഇടതുപക്ഷവും അധികാര കേന്ദ്രങ്ങളും തുടർച്ചയായി വേട്ടയാടുന്നുണ്ട്. പക്ഷേ അവർ എത്ര വേട്ടയാടിയാലും ഞാൻ തളരില്ല. ഒരു വേട്ടയാടലും ആക്രമണവും എന്നെ തളർത്തിയിട്ടില്ല. പക്ഷേ എൻ്റെ രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ വീട്ടുകാർക്കും ചിലതൊക്കെ അനുഭവിക്കേണ്ടി വരുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. അവർ നേരിടുന്ന സമ്മർദ്ദവും സങ്കടവും ഒക്കെ എന്നെ വേദനിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ അപ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ എൻ്റെ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം ഉറച്ചു പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയ്ക്ക് അഭിമാനം തന്നെയാണ്. പല മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന്റെ പേര് ഉയർത്തിക്കൊണ്ടുവരുന്നതോ സ്വാഭാവികമായി ഉയർന്നു വരുന്നതോ ആകാം. എന്നാൽ ഒരു കാര്യം നിസ്സംശയം പറയാം, കേരളത്തിൽ ഏതു മണ്ഡലത്തിലും ജയിക്കാൻ കഴിയുന്ന പൊതുജന പിന്തുണയും ഇദ്ദേഹത്തിന് ഇന്നുണ്ട്. അത് മൂവാറ്റുപുഴക്കാർക്കറിയാം. മൂവാറ്റുപുഴയ്ക്ക് അദ്ദേഹം ഒരു അഭിമാനം തന്നെയാണ്. ഇത്തരത്തിൽ എത്ര MLA മാരുണ്ട് നമുക്ക് ചുറ്റും. ഇനി ജനങ്ങൾ തീരുമാനിക്കണം ആരാകണം നമ്മുടെ MLA, ആരായിരിക്കണം കേരളം ഭരിക്കേണ്ടത്. ഏപ്രിൽ 9 കേരളം വിധി എഴുതുമ്പോൾ ഇനിയും നാം വിഡ്ഢികൾ ആകരുത്. നാം തീരുമാനിക്കുക ആരായിരിക്കണം ഇനി കേരളം ഭരിക്കേണ്ടത് എന്നും. ന്യൂസ് ഡെസ്ക്, ട്രൂ TV.